പൾസർ സുനി കാക്കനാട്ട് ജയിലിൽ വെച്ച് നടൻ ദിലീപിന് അയച്ചെന്ന് കരുതുന്ന കത്ത് പുറത്ത് തനിക്ക് വാഗ്ദാനം ചെയ്ത പണം നൽകണമെന്നാവശ്യപ്പെട്ട് എഴുതിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ ഒളിവിലിരിക്കെ കാക്കനാട്ടെ ദിലീപിന്റെ സ്ഥാപനത്തിൽ താൻ എത്തിയിരുന്നതായും സുനി കത്തിൽ എഴുതുന്നു. കത്തിന്റെ വിശ്വാസ്യത ബി സന്ധ്യ അന്ന് അന്വേഷിച്ചിരുന്നു. കാക്കനാട്ട് ജയിലിൽ നിന്ന് ഏപ്രിൽ 12-ന് പൾസർ സുനി ദിലീപിന് അയച്ചുവെന്ന് കരുതുന്ന കത്താണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. തനിക്ക് വാഗ്ദാനം ചെയ്ത പണം നൽകണമെന്നാണ് കത്തിലൂടെ സുനി ആവശ്യപ്പെടുന്നത്. കത്തയച്ച് 3 ദിവസം കൂടി താൻ കാത്തിരിക്കുമെന്നും സുനി പറയുന്നു. പണം 5 മാസം കൊണ്ട് തന്നാൽ മതിയെന്നും താൻ നേരിട്ട് നാദൃശ്യെ വിളിക്കുമ്പോൾ തീരുമാനം പറയണമെന്നും കത്തിൽ എഴുതുന്നു. ദിലീപേട്ട എന്ന് വിളിച്ചുകൊണ്ടാണ് കത്ത് തുടങ്ങുന്നത്. എൻ്റെ ജീവിതം അവസാനിച്ചതുപോലെയാണ്. എന്നെ വിശ്വസിച്ച് കൂടെ നിന്നവരെ എനിക്ക് സേഫാക്കിയേ പറ്റൂ. ഞാൻ നാദൃശ്യെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടും മറുപടിയില്ല. സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ സ്പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വക്കീലിനെ മാറ്റുമെന്നും ചേട്ടൻ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കണമെന്നും കത്തിൽ പറയുന്നു. ഒന്നുകിൽ ജയിലിലേക്ക് ആളെ അയക്കുക, അല്ലെങ്കിൽ എൻ്റെ ജയിലിലെ നമ്പറിലേക്ക് 300 രൂപ മണി ഓർഡർ അയക്കുക എന്ന് പറഞ്ഞ് ജയിലിലെ അഡ്രസ്സും നൽകിയിട്ടുണ്ട്. ഒളിവിൽ കഴിയുമ്പോൾ കാക്കനാട്ടെ ഷോപ്പിൽ ദിലീപിനെ അന്വേഷിച്ച് വന്ന കാര്യവും സുനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചേട്ടനെ ഇതുവരെയും കൈവിട്ടിട്ടില്ല. ഇനിയെല്ലാം ആലോചിച്ച് ചെയ്യണമെന്ന് വ്യക്തമാക്കിയാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ADGP ബി സന്ധ്യ കാക്കനാട്ട് ജയിലിലെത്തി കത്തിന്റെ ആധികാരികതയെക്കുറിച്ച് അന്വേഷിച്ചു. കത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നെന്ന് ആരോപിച്ച് നടൻ ദിലീപും സംവിധായകൻ നാദൃശ്യയും പോലീസിൽ പരാതി നൽകി. പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു കേസിൽ തങ്ങളുടെ പേരുകൂടി വലിച്ചിഴയ്ക്കാതിരിക്കാൻ 1.5 കോടി രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഭീഷണിയുടെ ശബ്ദരേഖയും പോലീസിന് കൈമാറി. ഏപ്രിൽ 20-നാണ് ദിലീപും നാദിർഷയും അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ തങ്ങളുടെ പേരുകളും വലിച്ചിഴയ്ക്കാതിരിക്കാൻ 1.5 കോടി രൂപ ആവശ്യപ്പെട്ട് ഫോണിലൂടെ ഭീഷണി മുഴക്കിയെന്നാണ് പരാതി. പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണുവാണെന്ന് ഇയാൾ പരിചയപ്പെടുത്തിയതായും നാദിർഷ പറഞ്ഞു. ദിലീപിനെ വിളിച്ചു കിട്ടാത്തതിനാൽ തൻ്റെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു. ദിലീപിൻ്റെ പേര് കേസിലേക്ക് വലിച്ചൊഴിക്കാൻ ആവശ്യപ്പെട്ട് തനിക്കും ഇയാൾ പണം വാഗ്ദാനം ചെയ്തു. സിനിമയിലെ തന്നെ മറ്റു ഉന്നതരാണ് തങ്ങളെക്കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിക്കുന്നതെന്ന് വിഷ്ണു പറഞ്ഞതായും നാദിർഷ പറഞ്ഞു. ദിലീപേട്ടന് ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ സുനി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സുനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പലരെയും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ അവസാനമാണ് ചേട്ടൻ്റെ നമ്പർ തപ്പി പിടിച്ചപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ അറിഞ്ഞോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു. ഇയാൾ കുറേ പേരുകൾ പറഞ്ഞു. ഈ പേര് പറഞ്ഞാൽ നടിമാരുടെ ഉണ്ട്, നിർമ്മാതാക്കളുടെ പേരുണ്ട്, പിന്നെ നടന്മാരുടെ പേരുണ്ട്. ഞങ്ങൾ പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടനെങ്കിലും കുറച്ച് കാശ്, കാരണം നമുക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ വരും. പേര് പറയാതിരിക്കണമെങ്കിൽ ദിലീപേട്ടൻ കാശ് തരണം. ഇതാണ് അവൻ്റെ ലക്ഷ്യം. പരാതി നൽകിയതായും ദിലീപും സ്ഥിരീകരിച്ചു. പരാതിയിൽ പോലീസ് തന്റെ മൊഴിയെടുക്കണമെന്നും ജനങ്ങൾ സത്യം അറിയട്ടെ എന്നും ദിലീപ് പ്രതികരിച്ചു. തന്നെയും തന്റെ സിനിമകളെയും തകർക്കാനുള്ള ശ്രമമാണെന്നും ദിലീപ് ആരോപിച്ചു. ആരൊക്കെ ബന്ധപ്പെട്ടു എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറിയിട്ടുണ്ട്. എല്ലാം എത്തിച്ചത് ഞാൻ തന്നെയാണ്. എല്ലാ തെളിവുകളും അടക്കം കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നമ്മള് ഈ ജന്മത്തെ ഓർമ്മയിൽ കാണാത്ത ബ്ലാക്ക്മെയിൽ എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിയമത്തിന്റെ വഴിക്ക് നീങ്ങുന്നത്. മാധ്യമങ്ങളോടുള്ള പ്രത്യേക ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ വെറുതെ വേണ്ടാതിനെ ആലോചിച്ച് വെച്ച് വളച്ചൊടിക്കരുത്. അതേസമയം കേസിൽ ഗൂഢാലോചനയുണ്ടെന്നും എന്നാൽ സിനിമക്കാർക്ക് ഇതിൽ ബന്ധമില്ലെന്നും പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിംസൺ പെരുമ്പാവൂർ പോലീസിന് മൊഴി നൽകി. ഈ മൊഴികളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ വിശ്വാസപൂർവമായ തെളിവുകൾ ശേഖരിക്കാനൊരുങ്ങുകയാണ് പോലീസ്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാനിരിക്കെയാണ് നിർണായകമായ വഴിത്തിരിവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവം ചെമ്പനോട വില്ലേജ് മുൻ ഓഫീസർക്കും മുൻ വില്ലേജ് അസിസ്റ്റന്റിനുമെതിരെ ഉപലോകായുക്ത ജസ്റ്റിസ് KP ബാലചന്ദ്രൻ സ്വമേധയാ കേസെടുത്തു. കേസിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും നടന്നതായി ഉപലോകായുക്തയുടെ കണ്ടെത്തൽ. ഹരിയാനയിൽ വർഗീയ കൊലപാതകം പെരുന്നാളാഘോഷത്തിന് സാങ്ങുകയായിരുന്ന 15 വയസ്സുകാരനായ മദ്രസ വിദ്യാർത്ഥിയെ ഹിന്ദു വർഗീയവാദികൾ ട്രെയിനകത്ത് ദാരുണമായി കൊലപ്പെടുത്തി പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. കൊല്ലപ്പെട്ട ജുനൈദ് ഉൾപ്പെടെ 4 സഹോദരങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ബൃന്ദാക്കാരട്ട്, മുഹമ്മദ് സലീം എന്നിവർ ആക്രമണത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. രാജ്യത്ത് വളർന്നുവരുന്ന അസഹിഷ്ണുതയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് സംഭവമെന്ന് PB അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. ദില്ലിയിൽ നിന്നും ഈദാഘോഷത്തിനുള്ള സാധനങ്ങളും വാങ്ങി സ്വദേശമായ ഹരിയാനയിലെ ബെല്ലാബ്ഗഡിലേക്ക് മടങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട ജുനൈദ് ഉൾപ്പെടെ 4 സഹോദരങ്ങൾ. തുഗ്ലക്കാബാദ് സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ കയറിയ 15 പേരിലധികം വരുന്ന സംഘം ഇവരെ വർഗീയമായി അധിക്ഷേപിച്ചു. കേട്ടാലറയ്ക്കുന്ന ഭാഷയ്ക്കെതിരെ യാത്രക്കാർ ചിലർ പ്രതിഷേധിച്ചെങ്കിലും അക്രമി സംഘം ഇവരെ കത്തിയും വടിയും വീശി ഭീഷണിപ്പെടുത്തി.
ഇറങ്ങേണ്ട സ്ഥലമായ ബെല്ലാബ്ഗഡ് സ്റ്റേഷനിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ സഹോദരങ്ങളെ തടഞ്ഞുവെച്ച് ശാരീരിക ആക്രമണം തുടർന്നു. 15 വയസ്സുകാരനായ ജുനൈദിനെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തി. സഹോദരൻ ഷക്കീറിനും കുത്തേറ്റു. ഷക്കീറിന്റെ താടി പിഴുതെടുക്കാനും അക്രമികൾ ശ്രമിച്ചു. ദില്ലിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെ അസ്വത്തിലെത്തിയപ്പോൾ ട്രെയിനിൽ നിന്നും ഇവരെ വലിച്ചെറിഞ്ഞു. വഴിയാത്രക്കാരാണ് സഹോദരങ്ങളെ ആശുപത്രിയിലെത്തിച്ചത്. അക്രമം നടന്ന ട്രെയിനിലെ ബോഗി നിറയെ രക്തം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. വർഗീയ ആക്രമണത്തെ CPIM പോളിറ്റ് ബ്യൂറോ അപലപിച്ചു. രാജ്യത്ത് വളർന്നുവരുന്ന അസഹിഷ്ണുതയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് സംഭവമെന്ന് CPIM PB അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. Like Muslims, and therefore the abuse was, you are traitors, you are anti-nationals, you eat beef. These were, because the boy who was in the hospital, our leaders went and met him yesterday. CPIM PB അംഗങ്ങളായ ബൃന്ദ കാരാട്ട്, മുഹമ്മദ് സലീം എന്നിവർ ആശുപത്രിയിൽ കഴിയുന്ന സഹോദരങ്ങളെയും ജുനൈദിന്റെ മാതാപിതാക്കളെയും സന്ദർശിച്ചു. മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടണമെന്നും പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം അന്വേഷിക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. Identify the political connections of those who have committed this crime, because we do not believe that such crimes can be committed without clear political patronage. വർഗീയ വിദ്വേഷത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണമെന്നും CPIM ആഹ്വാനം ചെയ്തു. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP നേതാക്കൾ കള്ളനോട്ടടിച്ച കേസിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക്. മുഖ്യപ്രതി രാകേഷിന്റെ ദില്ലി, മുംബൈ നഗരങ്ങളിലെ ബന്ധങ്ങളും ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നു. രാകേഷിന്റെയും സഹോദരൻ രാജീവിന്റെയും സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനും അന്വേഷണം. IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. കള്ളനോട്ടുകളും അച്ചടിയന്ത്രവുമായി വീട്ടിൽ നിന്ന് പിടിയിലായ BJP നേതാവ് രാകേഷിനും സഹോദരൻ രാജീവിനും മുംബൈയിലും ദില്ലിയിലും ബന്ധങ്ങളുണ്ടെന്ന പോലീസിന് വിവരം ലഭിച്ചു. ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഇരു നഗരങ്ങളിലും താമസിച്ചിരുന്നുവെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും സൂചനയുണ്ട്. ഒളിവിൽ പോയ രാജീവിന് താവളമൊരുക്കുന്നത് പഴയ സുഹൃത്തുക്കളാണോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് തൃശൂർ റൂറൽ SP N വിജയകുമാർ പറഞ്ഞു. രാജീവിനെ കണ്ടെത്താൻ മുംബൈ, ദില്ലി നഗരങ്ങളിലേക്ക് സംഘത്തെ അയക്കും. അതിനിടെ സഹോദരന്മാരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ അന്വേഷണം ആരംഭിച്ചു. ഇരുവരുടെയും മുൻകാല മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ പരിശോധിച്ച പതിവായി വിളിച്ചിരുന്ന കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണനാണ് അന്വേഷണ ചുമതല. ഇന്നലെ റിമാൻഡിലായ BJP ശ്രീനാരായണപുരം കിഴക്കൻ മേഖലാ പ്രസിഡന്റ് രാകേഷിനെ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കരമടയ്ക്കാനാകാതെ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ക്രിമിനൽ കേസ് എടുത്തു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെതിരെ 7 വർഷം മുതൽ 16 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ആത്മഹത്യാ പ്രേരണ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ലതീഷ് ഒക്കെ ചേരുകയാണ്. ലതീഷ്, പ്രാഥമിക വിശദാംശങ്ങളുടെയും പോലീസ് റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. സാഹചര്യ തെളിവുകളുടെയും ജോലിയുടെ ഭാര്യ മോളിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചെമ്പനോട വില്ലേജ് അസിസ്റ്റന്റായിരുന്ന സിലീഷിനെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് നേരത്തെ കേസെടുത്ത പോലീസ് 306 വകുപ്പ് ചുമത്തിയാണ് പേരാമ്പ്ര കോടതിയിൽ ഇപ്പോൾ FIR സമർപ്പിച്ചിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്ന പേരാമ്പ്ര CI സുനിൽകുമാറാണ് ഇത്തരത്തിലൊരു നീക്കം ഇന്ന് നടത്തിയത്. ജോയിയുടെ ഭാര്യയുടെ മൊഴിയിൽ നിന്ന് ജോയിയെ വളരെ മാനസികമായി ഇദ്ദേഹം പീഡിപ്പിച്ചതായി തന്നെ അവർ മൊഴി നൽകിയിട്ടുണ്ട്. നിരവധി തവണ ഭാര്യയുടെ പേരിലുള്ള 80 സെന്റ് സ്ഥലത്തിന് വേണ്ടി കരമടയ്ക്കാൻ ജോയി വില്ലേജ് ഓഫീസിൽ, ചെമ്പനോട വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആത്മഹത്യാ കുറിപ്പ് ആയി കണക്കാക്കുന്ന വില്ലേജ് ഓഫീസർക്ക് നൽകിയ കത്തിലും സിലീഷിന്റെ പേര് ഇദ്ദേഹം ജോയി പരാമർശിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പോലീസ് തീരുമാനിച്ചത്. റവന്യൂ, വിജിലൻസ് അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ റിപ്പോർട്ടുകൾ വരുന്ന മുറയ്ക്ക് കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ശരി ലതീഷ്. കാസർഗോഡ് ജില്ലയെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ റിക്രൂട്ടിംഗ് കേന്ദ്രമാക്കി ടൈംസ് നൗ ചാനലിന്റെ ന്യൂസ് അവർ. കാസർഗോഡ് തുരുത്തിയിലുള്ള ഗസാ തെരുവ് തീവ്രവാദത്തിന്റെ കേന്ദ്രമാണെന്നും സർക്കാർ ഗസാ തെരുവിന് ഫണ്ട് ചെയ്യുന്നുണ്ടെന്നുമാണ് ടൈംസ് നൗവിന്റെ ആരോപണം.
കേരളത്തെ പാകിസ്ഥാനുമായി ഉപമിച്ചതിന് പിന്നാലെയാണ് ടൈംസ് നൗ ചാനലിന്റെ പുതിയ പരാമർശം. കാസർഗോഡ് തുരുത്തിയിലുള്ള ഗസ തെരുവ് തീവ്രവാദത്തിന്റെ കേന്ദ്രമാണെന്നും സർക്കാർ ഗസ തെരുവിന് ഫണ്ട് ചെയ്യുന്നുണ്ടെന്നും ടൈംസ് നൗ ആരോപിക്കുന്നു. ഇതിനുള്ള വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ചാനൽ പറയുന്നു. ഗസ തെരുവ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഗസ തെരുവിനായി 8 ലക്ഷം രൂപയും ഓട നിർമ്മാണത്തിന് 5 ലക്ഷം രൂപയും നൽകിയിരുന്നു. 13 ലക്ഷം രൂപ നൽകി സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങൾ ഗസ തെരുവിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ടൈംസ് നൗ ആരോപിക്കുന്നു. ഓരോ വിഭാഗത്തിനെയും മതം മാറ്റാനായി റേറ്റ് കാർഡുണ്ടെന്നും ഈ കാർഡ് അവതാരക ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. ഹിന്ദു ബ്രാഹ്മണ പെൺകുട്ടികൾക്ക് 5 ലക്ഷം, ഹിന്ദു ക്ഷത്രിയ പെൺകുട്ടികൾക്ക് 4.5 ലക്ഷം, ഹിന്ദു OBCക്ക് 2 ലക്ഷം, ജൈന പെൺകുട്ടികൾക്ക് 3 ലക്ഷം എന്നിങ്ങനെയാണ് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും ചാനൽ പറയുന്നു. ഗസ തെരുവുകൾ പോലുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് ഫണ്ട് ചെയ്യുകയാണ് കേരളത്തിലെ സർക്കാർ ചെയ്യുന്നതെന്നാണ് വ്യാജരേഖകൾ ഉയർത്തിക്കാണിച്ച് ടൈംസ് നൗ ആരോപിക്കുന്നത്. ടൈംസ് നൗ പുറത്തുവിട്ട റേറ്റ് കാർഡ് വ്യാജമാണെന്ന് പറഞ്ഞ് ആൾട്ട് ന്യൂസ് രംഗത്ത് വന്നിട്ടുണ്ട്. 7 വർഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ പ്രചരിച്ചതാണ് ഈ കാർഡെന്നുള്ള ആരോപണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. സമരം ചെയ്ത നഴ്സുമാർക്ക് വേതനം കൂട്ടി നൽകിയ ആശുപത്രിക്കെതിരെ പ്രതികാര നടപടിയുമായി സ്വകാര്യ ആശുപത്രികളുടെ അസോസിയേഷൻ. വേതനം കൂട്ടി നൽകിയ തൃശൂർ ദയ ആശുപത്രിയെ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനിൽ നിന്നും പുറത്താക്കി. ആശുപത്രിയിലേക്ക് രോഗികളെ റഫർ ചെയ്യുന്നതിൽ നിന്നും മറ്റ് ആശുപത്രികളെ വിലക്കിയതായും പരാതിയുണ്ട്. വേതനം കൂട്ടി നൽകണമെന്ന ആവശ്യവുമായി കഴിഞ്ഞയാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്ക് സമരം നടത്തിയിരുന്നു. സമരം തുടങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് മുൻപേ ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ ദയ ആശുപത്രി വേതനം 50% കൂട്ടി നൽകി. പിന്നീടാണ് മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ മറ്റ് ആശുപത്രികളും ശമ്പളം കൂട്ടാൻ നിർബന്ധിതരായത്. ഇതോടെയാണ് മാനേജ്മെന്റ് അസോസിയേഷന്റെ നടപടി. വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റ് ആശുപത്രികളിൽ നിന്ന് ദയ ആശുപത്രിയിലേക്ക് രോഗികളെ റെഫർ ചെയ്യുന്നതിനും വിലക്കുള്ളതായി പരാതിയുണ്ട്. KPH ഞങ്ങളോട് സഹകരിക്കില്ല എന്നാണ് മെമ്പർ ഹോസ്പിറ്റലിന് അവർ ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ദയയായിട്ട് സഹകരിക്കരുത്, അതായത് ദയക്ക് പേഷ്യൻസിനെ അയക്കരുത്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ വലിയ ഭീതിയൊന്നുമില്ല. വിശദീകരണം പോലും ചോദിക്കാതെയാണ് നടപടി. നഴ്സുമാർക്ക് ശമ്പളം കൂട്ടി നൽകണമെന്ന നിലപാടിലാണ് ദയ മാനേജ്മെന്റ്. 27 ചേരുന്ന ചർച്ചയിലും ഇക്കാര്യം പറയുമെന്ന് ഇവർ വ്യക്തമാക്കുന്നു. എന്നാൽ ശമ്പളം കൂട്ടിയതിനല്ല, സംഘടനയുമായി ആലോചിക്കാതെ തീരുമാനം എടുത്തതിനാണ് നടപടിയെന്നാണ് അസോസിയേഷൻ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഖത്തർ പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങൾ തന്നെ പരിഹരിക്കണമെന്ന് അമേരിക്ക. ഗൾഫ് രാജ്യങ്ങളുമായി ഖത്തർ ഇനി വേർപിരിയേണ്ടി വരുമെന്ന് UAE. യുക്തിപരമല്ലെന്ന് കാട്ടി സൗദി UAE നിർദ്ദേശങ്ങൾ ഖത്തർ തള്ളി. വർദ്ധിപ്പിച്ച ഗൾഫ് വിമാന നിരക്ക് കുറയ്ക്കാൻ കേന്ദ്രം ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് കത്തയച്ചു. മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഖത്തർ കാണിക്കുന്ന അപക്വമായ നിലപാട് ആ രാജ്യവുമായി എന്നേക്കുമായുള്ള വിട്ടുപിരിയലിൽ എത്തിച്ചേരുമെന്ന് UAE വിദേശകാര്യമന്ത്രി അൻവർ ഗർഗാഷ് ട്വിറ്ററിൽ വ്യക്തമാക്കി. ഖത്തർ എന്ന സഹോദരൻ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഗൌരവത്തോടെ കാണണമെന്നും ഇറാനോ തുർക്കിയോ ലെബനനോ അല്ല നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലങ്ങൾ എന്ന കാര്യം ഓർമ്മിക്കണമെന്നും അൻവർ ഗർഗാഷ് ഓർമ്മിപ്പിച്ചു. മേഖലയിലെ തീവ്രവാദ സാന്നിധ്യം സംബന്ധിച്ച് ഖത്തർ തീരെ ഗൌരവമായി കാണുന്നില്ല. പലതും ചോർത്തിക്കൊടുത്തും മാധ്യമങ്ങളിലൂടെ അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ചും രാഷ്ട്രീയ കുട്ടിക്കളിയാണ് ഖത്തർ ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധി നീണ്ടുപോയാൽ ഖത്തറിന് എന്നേക്കുമായി മറ്റു ഗൾഫ് രാജ്യങ്ങൾ വേർപെടുത്തുമെന്നും അൻവർ ഗർഗാഷ് ഓർമ്മിപ്പിച്ചു. അതേസമയം ഖത്തർ പ്രതിസന്ധി ഗൾഫ് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയമാണെന്നും കുവൈറ്റ് മധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്നും അമേരിക്കയിലെ UAE അംബാസിഡർ വ്യക്തമാക്കി. മേഖലയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഇടപെടാമെന്ന അമേരിക്കയുടെ നിർദ്ദേശത്തോട് വാഷിംഗ്ടണിൽ പ്രതികരിക്കുകയായിരുന്നു അംബാസിഡർ. ഖത്തറുമായുള്ള പ്രശ്നം നയപരവും സാമ്പത്തികവുമായ നിലയിൽ നേരിടുമെന്നും സൈനിക നടപടി ഉണ്ടാവില്ലെന്നും ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദുബായ്. ചൈനയ്ക്കുള്ളിൽ ഒരു സോവിയറ്റ് യൂണിയനോ? കൈർലി TV എഡിറ്റർ ജോൺ ബ്രിട്ടാസ് ചൈന സന്ദർശിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച ഇന്നത്തെ ചൈനീസ് ഡയറിയിൽ. ചൈനയ്ക്കുള്ളിലെ ആദ്യത്തെ പരമാധികാര രാഷ്ട്രം ഇവിടെയാണ് രൂപീകരിക്കപ്പെട്ടത്. മാവോയുടെ നേതൃത്വത്തിൽ 6 മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭ 931 ഇവിടെ അധികാരത്തിൽ. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവപാത ആരംഭിക്കുന്നത്. ലോങ് മാർച്ചും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്.
പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ചൈനയ്ക്കുമുണ്ട് ഒരു സോവിയറ്റ് റിപ്പബ്ലിക് പശ്ചാത്തലം. ചൈന എന്ന വിസ്തൃത ഭൂമിക്കുള്ളിൽ 1931 മാവോ സേതുങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ച പരമാധികാര രാഷ്ട്രമാണ് സോവിയറ്റ് റിപ്പബ്ലിക് ഓഫ് ചൈന. വടക്ക് കിഴക്കൻ മേഖലയിൽ ഏതാനും പ്രവിശ്യകളടങ്ങുന്ന ഭരണ സംവിധാനമായിരുന്നു ഇത്. 6 വർഷം മാത്രമേ ഈ പരീക്ഷണം നീണ്ടുനിന്നുള്ളൂ എങ്കിലും വിപ്ലവാനന്തര ചൈനയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പരീക്ഷണ സർക്കാർ ജനങ്ങൾക്ക് പകർന്നു നൽകിയത്. എട്ട് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ചൈനയ്ക്കുള്ളിലെ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാന മന്ദിരങ്ങളും മറ്റ് അടയാളങ്ങളും ചൈനീസ് ഗവൺമെന്റ് പരിപാലിക്കുകയാണ്. മാവോ ആയിരുന്നു പ്രധാനമന്ത്രി. 6 മന്ത്രിമാരുണ്ടായിരുന്നു. അന്നത്തെ സർക്കാർ വകുപ്പുകളുടെ ശേഷിപ്പുകളും എന്തിനേറെ കറൻസികൾ പോലും അതുപോലെ സൂക്ഷിച്ചിരിക്കുന്നു. മാവോ വെള്ളം കുടിച്ചിരുന്ന കിണറാണ്. ഈ കിണറിൽ നിന്നാണ് മാവോയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും വെള്ളമെടുക്കുകയും കുടിക്കുകയും ചെയ്തു. ഇന്നൊരു സ്മാരകമായി സംരക്ഷിക്കുകയും ആൾക്കാർ വിപ്ലവ വീര്യം ആവാഹിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്. കുമിന്താങ്ങുമായി തുടർച്ചയായി ഏറ്റുമുട്ടിയ ചെമ്പടയ്ക്ക് 1.5 ലക്ഷത്തോളം പേരുടെ അംഗബലവും ഉണ്ടായിരുന്നു. മാവോയുടെ താമസ കേന്ദ്രത്തിനോട് ചേർന്ന മരത്തിലാണ് കുമിന്താങ്ങിന്റെ ബോംബ് വർഷം നടന്നത്. തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാനം മാറ്റുകയും ചെയ്തു. ഈ പുറകിലുള്ള ബിൽഡിങ്ങിൽ മാവോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരത്തിന് മുകളിൽ ഒരു ബോംബ് വീണത്. വളരെ സുപ്രധാനമായ ഒരു മരമായിട്ടാണ് ഇന്ന് ചൈനക്കാർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കിങ് ഓഫ് ട്രീസ് അല്ല, എല്ലാ മരങ്ങളുടെയും രാജാവ് എന്നുള്ള പേരിലാണ് ഈ മരം അറിയപ്പെടുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം കോൺഗ്രസ് നടന്ന സ്ഥലമാണിത്. ഇവിടെയാണ് മാവോയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം കോൺഗ്രസ് വേദിയിൽ നിന്ന് കൈരളിക്ക് വേണ്ടി ജോൺ ബ്രിട്ടൻ. ഇന്ന് റിലീസ് ചെയ്ത 2 മലയാള ചിത്രങ്ങൾക്കും മികച്ച പ്രതികരണം. പി.ടി. കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത വിശ്വാസപൂർവ്വം മൻസൂർ, വിനീത് ശ്രീനിവാസ് നായകനായ ഒരു സിനിമാക്കാരൻ എന്നീ ചിത്രങ്ങളെ ആവേശപൂർവ്വമായാണ് പ്രേക്ഷകർ ഏറ്റുവാങ്ങിയത്. വീരപുത്രന് ശേഷം പി.ടി. കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത വിശ്വാസപൂർവ്വം മൻസൂറിന് മുഴുവൻ റിലീസ് കേന്ദ്രങ്ങളിലും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. റോഷൻ മാത്യു നായകനായ ചിത്രത്തിൽ പ്രയാഗ മാർട്ടിനാണ് നായിക. സെറീന വഹാബ്, ആശ ശരത്, രഞ്ജി പണിക്കർ എന്നിവർ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത്. രമേശ് നാരായണന്റെ സംഗീതത്തിൽ യേശുദാസ്, ചിത്ര, ഫ്രാങ്കോ എന്നിവർ ആലപിച്ച ഗാനങ്ങൾ ഏറെ ഹൃദ്യമായി. ചിത്രത്തിലെ പ്രധാന നടീനടന്മാർ ആദ്യ ദിനം തന്നെ ചിത്രം കാണാൻ എറണാകുളത്തെ തിയേറ്ററുകളിലെത്തി. ചിത്രം പ്രേക്ഷകർ ഏറ്റുവാങ്ങിയതിൽ സന്തോഷമുണ്ടെന്ന് താരങ്ങൾ പറഞ്ഞു. കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റിലും ത്രില്ലിലും ഒക്കെയാണ്. വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഇനി ഓഡിയൻസ് ആയിട്ട് പറയും. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടീമിൻ്റെ ഒപ്പമാണ് ഇപ്പം ഞങ്ങളുള്ളത്. വളരെ സ്മൂത്തായിട്ട് ആണ് ഇത്ര വരെ പോയിട്ടിരിക്കുന്നത് സിനിമ. വിനീത് ശ്രീനിവാസനും രജിഷ വിജയനും പ്രധാന റോളുകളിലെത്തുന്ന ഒരു സിനിമാക്കാരനും തിയേറ്ററുകളിലെത്തി. ലിയോ തദേവൂസാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. LJ ഫിലിംസ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിച്ചത്. ലാൽ, രഞ്ജി പണിക്കർ, വിജയ് ബാബു എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബോബി ഫാൻസ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പ്രവർത്തനം കുവൈറ്റിലേക്കും വ്യാപിപ്പിച്ചു. പ്രവാസി സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാനാണ് ബോബി ഫാൻസ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കുവൈറ്റ് ചാപ്റ്റർ രൂപീകരിച്ചത്. ഷാബു ആന്റണി, സൈനുദ്ദീൻ മക്തൂം, റംഷീദ് KP എന്നിവരെ കുവൈറ്റ് ചാപ്റ്റർ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഹമ്മദ് റയീസ് എന്ന യുവാവിനുള്ള ചികിത്സാ ധനസഹായം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ കൈമാറി. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. പടച്ചവനെ, നീ പഠിപ്പിച്ചു തന്ന അറിവല്ലാതെ യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നീ പരിശുദ്ധനാണ്, നീ യുക്തിജ്ഞനാണ്. അതാ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഈ ഘട്ടത്തിനാണ് അല്ലാഹു തആല മനുഷ്യനോട് പറയുന്നത്, മനുഷ്യ പിതാവായ ആദാമിനോട് പറയുന്നത്, ഖാലയ ആദമു അംബിഉഹും ബി അസ്മാഇഹിം. ആദം, അവയുടെയൊക്കെ നാമങ്ങളൊന്ന് ഈ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്ക്.
അങ്ങനെ ആദം പറഞ്ഞു കൊടുത്തു, ഫലമ്മ അംബഅഹും ബി അസ്മാഇഹിം, അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. അള്ളാഹുത്താല മലക്കുകൾക്ക് പോലും നൽകാത്ത അറിവുകൾ നൽകി അനുഗ്രഹിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഈ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ മനുഷ്യന് സാധ്യമാവണമെങ്കിൽ രക്തം ചിന്താതെ, കുഴപ്പങ്ങൾ സൃഷ്ടിക്കാതെ സമാധാനപരമായി ജീവിക്കുവാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. അതിന് നമുക്കേവർക്കും സാധിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.